ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷു സ്റ്റോറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. അപ്പോൾ കഥയുടെ ഫസ്റ്റ് തന്നെ എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ. അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹമില്ലാത്തവർ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ സ്കിപ്പ് അടിച്ച് പോവാം. അപരാധം പറയാനാണെങ്കിൽ ഒരിക്കലും എൻ്റെ വീഡിയോസ് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതുപോലെ കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മയ്ക്കുള്ള ഒരു പേടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് എന്നെ പൊന്നുപോലെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ അച്ഛന് ഒന്നിലും നോ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് വലിയ പേടിയായിരുന്നു. എന്താണ് അച്ഛനാണ് എന്നെ വഷളാക്കുന്നത്. അതായത് ഞാൻ എന്ത് കാര്യം ചോദിച്ചാലും അച്ഛന് യെസ്, ഓക്കെ മോളെ ചെയ്തു തരാം, പിന്നെന്താ, ഓക്കെ മോള് പോയിക്കോ, അതിലെന്താ പ്രശ്നം, അങ്ങനെയുള്ള മറുപടിയാണ് അച്ഛൻ്റെ കയ്യിൽ നിന്നും എനിക്ക് കൂടുതലും കിട്ടിക്കൊണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം എൻ്റെ അമ്മയ്ക്ക് വലിയ ടെൻഷനാണ്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒറ്റൊരു മോളാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ പേര് ഐശ്വര്യ. അപ്പോൾ എന്നെ അമ്മ ഐശ്വ എന്നാണ് വിളിക്കാറുള്ളത്. അങ്ങനെ അമ്മ എപ്പോഴും അച്ഛനോട് രാത്രി ഉറങ്ങാൻ നേരം നമ്മളെല്ലാവരും ഒരു റൂമിലാണ് കിടക്കാറുണ്ടായിരുന്നത്. എനിക്കൊരു സോഫ ഉണ്ടായിരുന്നു, അമ്മയും അച്ഛനും ഒരു ബെഡിലായിരുന്നു. അവരവിടെ നിന്ന് സംസാരിച്ച് ഒരു പാതിരാത്രി 12 മണിയാകുമ്പോൾ എൻ്റെ അമ്മ അച്ഛനോട് പറയും, ഏയ് നിങ്ങൾ എന്തിനാണ് അവളെ ഇങ്ങനെ വഷളാക്കുന്നത്? നിങ്ങളാണ് അവൾക്ക് എല്ലാം. അവൾക്കിപ്പോൾ ഒന്നിനും ഒരു പേടിയുമില്ല. അവള് എന്തും ചോദിക്കാൻ ധൈര്യമാണ്. കാരണം അവൾക്കറിയാം നിങ്ങളെല്ലാം സമ്മതിക്കുമെന്ന്. എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കുറച്ചൊക്കെ അവൾ അടക്കണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും, നീ എന്തിനാണ് പേടിക്കുന്നത്? നമ്മളെ മോളല്ലേ, നമ്മളെ ഐശ്വല്ലേ. അവളെ എനിക്ക് വിശ്വാസം. അവള് വേണ്ടാത്ത ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യാനും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ എന്നെ വിശ്വാസമായിരുന്നു. അങ്ങനെ അച്ഛനോട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല കുശുമ്പൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം ഞാൻ അച്ഛനും നല്ല ഫ്രണ്ടല്ലോ. അമ്മയ്ക്ക് വേറൊന്നും പ്രശ്നമില്ല. അമ്മയുടെ പ്രശ്നം എന്ന് പറയുന്നത് അച്ഛനെ ഞാൻ ചോദിക്കുന്ന എല്ലായിടത്തിലും തലയാട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മയെ പേടിയുണ്ടായിരുന്നില്ല. ഞാൻ അമ്മയോട് ഒരു കാര്യവും ചോദിക്കാറുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഞാൻ അമ്മയോട് പറയും, ഞാൻ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, അച്ഛൻ എന്നെ വിട്ടു, അച്ഛൻ എനിക്ക് ക്യാഷ് തന്നു എന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്കൊരു ടെൻഷനാണ്. വേറൊന്നല്ല, അമ്മയുടെ പുന്നാര മോളെ അമ്മയ്ക്ക് വിശ്വാസമില്ല. കാരണം അമ്മയുടെ പണ്ടത്തെ സ്വഭാവമാണ്. നോക്കിയെങ്കിൽ പെട്ടു എന്നാണ് എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നത്. എൻ്റെ അമ്മയുടെ പണ്ടത്തെ സ്വഭാവം എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ എൻ്റെ അച്ഛനൊരു TV വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കേബിളൊന്നും വിളിക്കാത്ത ഒരു TV, യൂട്യൂബും ഒക്കെയുള്ള ഒരു TV. അപ്പോൾ അതിൽ പെട്ടെന്നൊരു ദിവസം നമ്മുടെ വൈഫൈ എന്തോ തകരാറായി. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായ ഒരു പെൻഡ്രൈവിൽ ഫിലിം കയറ്റി TV-യിൽ നിന്നും കാണാമെന്ന് വിചാരിച്ചു. അച്ഛനെ വിളിച്ച് അവിടെ സോഫയിൽ ഇരുത്തി. അങ്ങനെ ഞാൻ പെൻഡ്രൈവൊക്കെ കുത്തി നല്ലൊരു ഫിലിമൊക്കെ കാണാൻ തുടങ്ങി. കണ്ടതിന് ശേഷം ഫിലിമൊക്കെ കഴിഞ്ഞ് രാത്രിയായിരുന്നു. ഫിലിമൊക്കെ കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. പിന്നെ ഞാനൊരു 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങി. അച്ഛനമ്മ ഒരു 12 മണിയായി. രാവിലെ എഴുന്നേറ്റ ഉടനെ അച്ഛന് എന്നെ വിളിക്കുകയാണ്. മോളെ ഇനി വന്നയച്ചു എന്ന് പറഞ്ഞ്. ഞാൻ എന്താ അച്ഛാ? അച്ഛൻ വരാന്തയിൽ ഒരു കസാലയിൽ ഇരുന്ന് കട്ടൻ ചായ കുടിക്കുകയായിരുന്നു രാവിലെ. അങ്ങനെ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന കണ്ണാടി അവിടെ വെച്ച് എന്നോട് പറഞ്ഞു, നിന്റെ TV-യിലുണ്ടായിരുന്ന പെൻഡ്രൈവ് ഞാൻ ഇന്നലെ എടുത്തായിരുന്നു. ഞാൻ ഓ അതെയോ, എന്നിട്ട് അതെവിടെ വെച്ചു? ഞാൻ ആ കണക്ടറില്ലേ, ഞാനത് ഫോണിലിട്ട് കണ്ടായിരുന്നു. അല്ല മോള് എവിടെയാണ് അന്ന് ട്രിപ്പ് പോയത്? അന്ന് എത്ര ചെക്കന്മാരാണ് ഉണ്ടായിരുന്നത്? അതിലുള്ള എല്ലാ വീഡിയോസും ഞാൻ കണ്ടു. ഇതൊന്നും അമ്മ അറിയരുത് എന്നോട് അച്ഛൻ പറയുമ്പോൾ തന്നെ ഞാൻ ഒന്ന് കൊടുത്തു വരികയാണ്. അയ്യോ, അച്ഛനെ ഇനി എല്ലാം കണ്ടു കാണും. ഞാൻ ഇനി അച്ഛൻ്റെ മടിയിലിരുന്ന് അച്ഛൻ്റെ മുഖത്തൊന്ന് തടവി ഞാൻ ചോദിച്ചു, അല്ല അച്ഛൻ അതിൽ എന്തൊക്കെയാ കണ്ടത്? നീ കാണണ്ട എന്ന് എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ കാര്യമാണ് ഞാൻ ഫസ്റ്റ് എടുത്ത് കണ്ടത്. എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? എൻ്റെ അമ്മ പറയുന്നത് വെറുതെ അല്ല. എൻ്റെ അമ്മയുടെ പണ്ടത്തെ അതേ സ്വഭാവമാണല്ലേ നിനക്കിപ്പോൾ? ചോദിച്ചു, അമ്മയുടെ പണ്ടത്തെ സ്വഭാവം എങ്ങനെയായിരുന്നു? അതൊന്നും നീ അറിയണ്ട. അല്ല എന്താണ് അന്ന് എന്താണ് സംഭവിച്ചത്? കുടിച്ചിട്ടുണ്ടായിരുന്നോ? ഏയ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല നിന്റെയും കുറേ വീഡിയോസ് ഞാൻ അതിൽ കണ്ടല്ലോ. ആ വീഡിയോ എടുക്കുന്നത് നീ ആയിരിക്കും. ആ ചെക്കനാരാ? എന്തൊക്കെയാണ് അവിടെ കാണിച്ചത്?
അത് ചെയ്തതൊക്കെ എന്തിനാണ് അത് വീഡിയോ ആയിട്ട്? ആ പെൺഡ്രൈവ് ഇനി ഞാൻ നിനക്ക് തരില്ല, അത് എൻ്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് എന്തായാലും ആ പെൺഡ്രൈവ് വേണം. ആ പെൺഡ്രൈവ് എനിക്ക് ഞാൻ എന്തായാലും തരാൻ പോകുന്നില്ല എന്ന് എന്നോട് അച്ഛൻ പറഞ്ഞു. എന്നെ അവിടെ നിന്ന് അച്ഛൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. അച്ഛൻ ഉള്ളിലോട്ട് പോവുകയാണ്. ഞാൻ അച്ഛൻ്റെ പുറകെ പോകുമ്പോൾ അമ്മ ദാ ഭക്ഷണം റെഡി, വാ കഴിക്കാം എന്ന് പറഞ്ഞ് അവിടെ മേശയിൽ ഭക്ഷണം വെച്ചു. ഞാൻ കഴിക്കുമ്പോൾ എന്തൊക്കെയോ ചിന്തിക്കുന്നതായിട്ട് അമ്മ ശ്രദ്ധിച്ചു. അമ്മ ചോദിച്ചു, എന്താടി നീ എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? രണ്ടുപേരും നേരത്തെ ആയല്ലോ, എന്തൊക്കെയോ ചിന്തിക്കുന്നു, നേരെ ഭക്ഷണം കഴിക്ക്, എനിക്ക് ബോറടിക്കുന്നു എന്നും പറഞ്ഞ് അമ്മ ബഹളം വെക്കാൻ തുടങ്ങി. അങ്ങനെ അച്ഛൻ എന്നെ റൂമിലോട്ട് വിളിച്ചു. ഒരു ഉച്ച സമയത്ത് അച്ഛൻ്റെ ഷർട്ടൊക്കെ ഊരി അവിടെ ഉണ്ടായിരുന്ന ഡോറിൽ തൂക്കി. അച്ഛൻ കിടക്കാൻ നേരം എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കും, നീക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് പെൺഡ്രൈവ് തരാതെ ഞാൻ ഒരു കാര്യത്തിനും ഒരു റിപ്ലൈ തരുന്നതല്ല. എനിക്ക് ഏറ്റവും അത്യാവശ്യമാണ് ആ പെൺഡ്രൈവ്. നിനക്ക് എന്താ? അതിൽ വേറെന്തല്ല, നിന്റെ വീഡിയോസാണ് അതിലുള്ളത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ തരൂല എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞിട്ടും എനിക്ക് കാര്യമില്ല, എനിക്ക് ആ പെൺഡ്രൈവ് കിട്ടണം എന്നുള്ള വാശി. അങ്ങനെ അച്ഛനെ എന്നെ വീണ്ടും റൂമിൽ നിന്ന് പുറത്താക്കി. അച്ഛൻ വീണ്ടും ആ പെൺഡ്രൈവ് ഇട്ട് ആ ഫോണിൽ നിന്നും എൻ്റെയും എൻ്റെ സുഹൃത്തിൻ്റെയും ഒക്കെ എല്ലാ തരത്തിലുള്ള വീഡിയോസും കളികളൊക്കെ അച്ഛൻ കണ്ട് അത് ആസ്വദിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അച്ഛനോട് ഡോറ് തുറക്കച്ച, ഡോറ് തുറക്ക്, ഇല്ലെങ്കിൽ ഞാൻ അമ്മയോട് പറയും എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഡോറ് തുറന്നിട്ട്, നീ എന്താടി അമ്മയോട് പറയുന്നത്? നിന്റെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ് അച്ഛൻ എന്നോട് ബഹളം വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ബഹളം വെക്കാനൊന്നും സമയമില്ല, ആ പെൺഡ്രൈവ് എന്തായാലും എനിക്ക് തന്നേ പറ്റും. അച്ഛൻ പറഞ്ഞു, ഇത് ഞാൻ ഒരിക്കലും തരത്തില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കാറിൽ ആ പെൺഡ്രൈവ് വെച്ച് കാർ അടച്ച് ചാവിയും കൊണ്ട് റൂമിലോട്ട് വരികയാണ്. ഞാൻ കുറേ പരതി എവിടെയാണ് കാറിന്റെ ചാവി എന്നുള്ള കാര്യം. പക്ഷെ അച്ഛൻ ഒരിക്കലും എവിടെ വെച്ചത് എന്ന് പോലും ഒരു ക്ലൂ പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛൻ ആ കാർ എടുത്ത് വരുന്നത് വരെ ഞാൻ രാത്രി വരെ അവിടെ കാത്തു നിന്നു. അച്ഛാ പ്ലീസ്, ആ പെൺഡ്രൈവ് എനിക്ക് വേണം, ആ പെൺഡ്രൈവ് എന്തായാലും എനിക്ക് കിട്ടിയേ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ ആ വീഡിയോ കണ്ട അച്ഛനൊരാഗ്രഹം തോന്നി. അച്ഛൻ എന്നോട് ആഗ്രഹം പച്ചക്ക് ചോദിച്ചു. പക്ഷേ എൻ്റെ നിവർത്തികേട് കൊണ്ട് എനിക്കത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ആ കാര്യം സാധിച്ചു തന്നെ കൊടുത്തു. അങ്ങനെ ശേഷം എനിക്ക് ആ പെൺഡ്രൈവ് കിട്ടുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടോ ഈ നമ്പർ എന്താണ് ഇവിടെ കൊടുത്തത്? ഈ നമ്പർ എന്ന് പറയുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങളെ ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. വെറുതെ അല്ല, ക്യാഷ് കൊടുക്കണം. 500 രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾ പച്ചക്ക് കേൾക്കാനും കാണാനും ഒക്കെ ആഗ്രഹമുള്ളവർ ബാക്കി ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അല്ല, യൂട്യൂബിൽ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിൽ നിന്നും കേൾക്കണം. എന്നിട്ട് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഇതുപോലുള്ള അടിപൊളി കഥയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.